ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ലിവർപൂളിലാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച ട്രാവൽ ലോഡ്ജ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് പോകുന്നത് നേരെ സ്റ്റെനാലൈൻ്റെ ഫെറി ടെർമിനലിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നോർത്തേൺ ഐലൻഡിലേക്കുള്ള ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ക്യാബ്സ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ ക്യാബ് നമ്മൾ കയറുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയത് പോകും. അവിടെ എത്താനായിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം കാണിക്കുന്നുണ്ട്. പക്ഷേ ഊബർ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 10 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അവസാനം നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തു. ഇത് 6 പേർക്ക് പോകാവുന്ന ഒരു ക്യാബാണ്. വണ്ടി എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഈ മാപ്പിൽ കാണും പോലെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ക്യൂൻസ് വേ എന്ന് പറയുന്ന ഒരു അണ്ടർ വാട്ടർ ടണലിൽ കൂടെയാണ്. മെഴ്സി റിവറിൻ്റെ അടിയിലൂടെ പോകുന്ന ഈ ടണലിന് ഏകദേശം 2 മൈലോളം നീളമുണ്ട്. അപ്പോൾ നമ്മുടെ ഊബർ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഊബർ ടാക്സീസ് എല്ലാം ഈ ടണലിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം കുറച്ചെടുക്കുന്നത്. നമ്മളല്ലാതെ മെയിൻലാൻഡ് വഴി വരികയാണെങ്കിൽ ഏകദേശം 45 മിനിറ്റ് എടുക്കും ഇവിടെ എത്താൻ. ഇതാണ് ഫെറി ടെർമിനലിൻ്റെ എൻട്രൻസ്. അറൈവൽസും ഡിപ്പാർച്ചറും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലുള്ള പോലെ തന്നെ പാസ്പോർട്ട് ചെക്കും വെരിഫിക്കേഷനും എല്ലാം ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റും മീൽ പാസും എല്ലാം ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ടിക്കറ്റും മീൽ കാർഡും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡും വൈകുന്നേരത്തെ ടീയും അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷ പോലെ വലിയ ചെക്കിങ്ങും പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ടിക്കറ്റ് കാണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. എല്ലാവരും ഇപ്പോൾ ആ ബസ്സിലോട്ട് കയറുകയാണ്. എനിക്ക് പറയാം ഈ ബസ്സിൽ കയറി അടുത്ത ടെർമിനലിലേക്ക് പോകേണ്ടി വരും. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഷട്ടിൽ ബസ്സിൽ ഫെറിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നേരെ ചെന്ന് നിൽക്കുന്നത് ഫെറിയുടെ അകത്താണ്. നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ വലിയ വലിയ കണ്ടെയ്നർ ലോറികളാണ്. അതായത് നമ്മുടെ നാട്ടിലെ കൊച്ചിയിലൊക്കെ ജങ്കാറിനകത്ത് കാറൊക്കെ കയറ്റി പോകുന്ന സെയിം പരിപാടി തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഫെറിയുടെ ശരിക്കുള്ള വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇവിടെ 2 സെറ്റപ്പാണ്. അതായത് ഇത് ബ്ലൂ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരിതുണ്ട്, പിന്നെ ഗ്രീൻ സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കയറി പോകുന്നവർക്ക് ബ്ലൂ സ്റ്റെയറിലൂടെയും, പിന്നെ പ്രാമ പോലെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർക്ക് ഗ്രീൻ സ്റ്റെയർസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഡെക്ക് 3യിലാണ്. ഗ്രീൻ സ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ സ്റ്റേഴ്സിൽ ലിഫ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും പ്രായമായിട്ടുള്ള ആൾക്കാർക്കും അതാണ് ഏറ്റവും സൗകര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫെറിയുടെ 8th ഡെക്കിലാണ്. ഇതിവിടുത്തെ ഒരു മൂവി ലോഞ്ചാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് ഫെറി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1/2 മണിക്കൂർ കഴിയുമ്പോൾ മൂവീസ് സ്റ്റാർട്ടാവും. ഒരു മിനി തിയേറ്റർ പോലാണ്. നല്ല രസമുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ലോഞ്ചിനകത്ത് ടോട്ടൽ നമുക്ക് 3 സ്ക്രീൻസ് ഉണ്ട്. നമ്മൾ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിനി അടുത്ത് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ്. ടേസ്റ്റ് എന്നു പേരുള്ള ഈ റെസ്റ്റോറൻറ്റിൽ ഏകദേശം 325 പേർക്ക് ഒരേ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റും. വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയയാണ് ഈ ഇടതുവശത്ത് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ വലതുവശത്തുള്ള സ്ക്രീനിൽ കാണുന്നത് കുറച്ച് മുതിർന്ന കുട്ടികൾക്കുള്ള ഗെയിംസാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്.
അതിലിപ്പോൾ വരുന്നത് ഒരു ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട്, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സ്, മഷ്റൂംസ്, പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ, പിന്നെ സോസേജ്, ബേക്ക്ഡ് ബീൻസ് ഉണ്ട്. ഇതെന്താണ് കേട്ടോ? എന്തോ പൊട്ടറ്റയുടെ ഒരു സംഭവമാണ്. പിന്നെ ബ്രെഡിൻ്റെ ഒരു ബട്ടർ സ്പ്രെഡ് ഉണ്ട്. അതുപോലത്തെ ഏകദേശം 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ക്രൂസിൽ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് 7th ഡെക്കിലെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള മീൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റിലാണ് മീൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കറി എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലിരിക്കുകയാണ്. ഇത് 7th ഡെക്കാണ്. അപ്പോൾ ഇവിടെയാണ് ബസ്, കാറ്, അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളിൽ വരുന്നവർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് ഡെക്കിലേക്ക് അവർക്ക് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഫെറി എടുക്കാൻ ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്ത് വിടാം. ലിവർപൂൾ സിറ്റിയാണ് നമ്മളെ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് ലൈഫ് ബോട്ടുകളാണ്. ഏകദേശം നമ്മുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന സൈഡിൽ തന്നെ 2 ഉണ്ട്. യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നോർത്തേൺ അയർലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു 6 ദിവസത്തെ പ്ലാനാണ്. അതിൽ 4 ദിവസം നമ്മൾ നോർത്ത് അയർലൻഡിൽ സ്പെൻഡ് ചെയ്യും, പിന്നെ 2 ദിവസം യാത്രയ്ക്ക് വേണ്ടി വരും. യാത്രയുടെ ഒരു പ്ലാൻ പറഞ്ഞുതരാം. നമ്മൾ പോർട്സ്മൗത്ത് ഹാർബറിൽ നിന്ന് ട്രെയിൻ കയറി ലണ്ടൻ വാട്ടർലൂവിൽ വന്നു. അപ്പോൾ വാട്ടർലൂവിൽ നിന്ന് അടുത്ത് യൂസ്റ്റൺ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ യൂസ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് അടുത്ത് അവന്തി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറി നമ്മൾ ലിവർപൂൾ വന്നു. ലിവർപൂളിൽ നിന്ന് നമ്മൾ ഫെറിയിലാണ് പോകുന്നത്. 10 മണിക്കാണ് ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം UK ടൈം 6:30 നമ്മൾ നോർത്തേൺ അയർലൻഡിലെത്തും. അപ്പോൾ നമ്മൾ നോർത്തേൺ അയർലൻഡിൽ ഇന്ന് 6:30 എത്തിയതിന് ശേഷം ഇന്ന് നമ്മൾ ബെൽഫാസ്റ്റിൽ സ്റ്റേ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള ട്രാവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാറ് റെൻറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഒരു കോസ്റ്റൽ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റൂട്ട് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് നോർത്ത് അയർലൻഡിലെ അത്യാവശ്യം എല്ലാ അട്രാക്ഷൻസും കവർ ചെയ്യാൻ പറ്റും. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ബെൽഫാസ്റ്റിന് അടുത്ത് തൊട്ട് അവിടുത്തെ ലണ്ടൻഡറി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഈ റൂട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ കറങ്ങി ഒരു 4 ദിവസം കൊണ്ട് കറങ്ങി വരാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശരിക്കും വേണ്ടി വരുന്ന ഒരു കാർ വേണം, പിന്നെ അവിടുത്തെ 4 ദിവസത്തെ സ്റ്റേ വേണം. അപ്പോൾ ആ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ Airbnb വഴി ഒരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഫാമിലിക്കും സുഖമായിട്ട് അവിടെ താമസിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്. ഞായറാഴ്ച വരെയുള്ള സ്റ്റേ കഴിഞ്ഞ് നമ്മൾ തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിനാണ്. അപ്പം ബെൽഫാസ്റ്റിലെ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ലണ്ടനിലെ സൗതാംപ്ടൺ എയർപോർട്ടിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ട്രാവൽ പ്ലാൻ. അപ്പോൾ ഈ ട്രാവലിൻ്റെ എക്സ്പെൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇനിയാണ് നമ്മൾ കപ്പലിൻ്റെ ഉൾവശത്തുള്ള കാഴ്ചകളും കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ എല്ലാം കാണാൻ പോകുന്നത്. ഈ ഫെറി യാത്രയിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.